ദേവ് ട്രാവൽ വേൾഡിൻ്റെ 155-ാമത്തെ വീഡിയോ. ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025 ഡിസംബർ 26 മുതൽ 31 വരെ നടക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ലൂക്ക സയൻസ് പോർട്ടലും സംയുക്തമായി നടത്തുന്ന ശാസ്ത്ര പ്രദർശനത്തിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഈ ശാസ്ത്ര പ്രദർശനം വിവിധ ജില്ലകളിലായി 11 കേന്ദ്രങ്ങളിൽ നടക്കും. വിവിധ കോളേജുകളിൽ നിന്നായി 60 ശാസ്ത്ര വിദ്യാർത്ഥികൾ വീതം 660 വിദ്യാർത്ഥികൾ പരിപാടിയിൽ കാര്യങ്ങൾ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പരിശീലനം നേടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലേറെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകരും ഇതിനു പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ക്വാണ്ടം സയൻസിലെ ഗഹനമായ കാര്യങ്ങൾ ലളിതമായ രീതിയിൽ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രദർശനം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നടക്കുന്നത്. ശാസ്ത്രകുതുകികളായ ധാരാളം ആളുകൾ ദിവസവും പ്രദർശനം കാണാനെത്തുന്നുണ്ട്. എക്സ്പ്ലെയിനർമാരിൽ നിന്നും നമുക്കല്പം വിശദീകരണങ്ങൾ കേൾക്കാം. വേറൊരു പേരെന്ന് വെച്ചാൽ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ആൽഫ സോഴ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ആൽഫ റേസ് പാസ് ചെയ്യും. അതൊരു ഗോൾഡ് ഫോയിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ 99.9% ആൽഫ റേസും ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും. ചിലത് മാത്രം ഒരു ചെറിയൊരു ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യും. വളരെ ചെറിയൊരു 0.01% ആൽഫ റേസ് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആറ്റം മോഡൽ വെച്ചാൽ ആറ്റത്തിനുള്ളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എംപ്റ്റി ആണ്. അതേപോലെ സെൻട്രലിൽ മാത്രം ഒരു പോസിറ്റീവ്ലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആറ്റം മോഡൽ. പിന്നെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഇതിന്. അപ്പോൾ ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇത് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ വേറെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺസ് ഇവൻച്വലി അത് ഈ ഒരു ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ആവും. വാൻഡിഗ്രാഫ് ജനറേറ്റർ ആണ്. വാൻഡിഗ്രാഫ് ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം പൊട്ടിച്ച് നോക്കും, കളിപ്പാട്ടത്തിനുള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി. അതുപോലെ ആറ്റത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാർട്ടിക്കിൾ വെച്ച് എന്ത് ചെയ്യും, ആറ്റത്തിനെ ബൊമ്പാർഡ് ചെയ്യും. ഇങ്ങനെ പാർട്ടിക്കിൾ വെച്ച് ബൊമ്പാർഡ് ചെയ്യിക്കണേ ഈ ആറ്റത്തിന് എന്തായിരിക്കണം, ആറ്റത്തിനല്ല പാർട്ടിക്കിളിന് ഹൈ ആക്സിലറേഷൻ വേണം. ഈ ഹൈ ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വഴി ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഈ വോൾട്ടേജ് ആണ് പാർട്ടിക്കിളിന് ആക്സിലറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോൺ പറഞ്ഞാൽ 2 D ഷേപ്പ് വാക്വം ചേമ്പർ ആണ്. ഈ വാക്വം ചേമ്പറിന്റെ സെന്ററിലാണ് ബൊമ്പാർഡ് ചെയ്യിക്കേണ്ട പാർട്ടിക്കിൾ ഉണ്ടാവുക. ഈ പാർട്ടിക്കിൾ ഒന്നുകിൽ ആൽഫ പാർട്ടിക്കിളോ അല്ലെങ്കിൽ പ്രോട്ടോണോ എന്തെങ്കിലും ആയിരിക്കും. ഇതിന് ഈ സ്പേസിലാണ് ഇവിടെ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത്. ആൻഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾ സർക്കുലർ ഷേപ്പിൽ ചുറ്റുകയും ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് കാരണം ഇതിന് ഹൈ ആക്സിലറേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈ ആക്സിലറേഷനോട് കൂടി ഈ പാർട്ടിക്കിൾ സർക്കുലർ ഷേപ്പിൽ ചുറ്റി ആറ്റത്തിനെ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യിച്ചിട്ടാണ് ആറ്റത്തിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ റുദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ഒക്കെ പോലെ ചെയ്യുന്ന ഒന്നാണിത്. ഇത് ഉപയോഗിച്ച് നമുക്കൊരു 40,000 വോൾട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. CERN എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരു ഇപ്പോൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വെച്ച് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ലബോറട്ടറി ആണ്. അവിടെ ലാക്സ് ഓഫ് വോൾട്ടേജ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ നമ്മൾ ഡ്രൈ ഹെയറിലൊക്കെ സ്കെയിലൊക്കെ വെച്ച് റബ്ബ് ചെയ്തിട്ട് പേപ്പറിൻ്റെ അടുത്ത് വെക്കുമ്പോൾ പേപ്പർ കഷ്ണങ്ങൾ അട്രാക്ട് ചെയ്യുന്നില്ലേ, അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇവിടെ അത് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ രോമൊക്കെ വെച്ച് നോക്കി നമുക്ക് കാണാം, രോമൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് ഇവിടെ ചാർജ് ഉണ്ടാവും. ഈ ചാർജ് ഈ ഡൈപോൾ ഇൻട്രാക്ഷനൊക്കെ വഴി ഈ രോമത്തിൻ്റെ മുകളിലൊക്കെ ഉള്ള കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളും നമ്മളെ ബോഡിയും ഈ രോമം തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ രോമം ഇങ്ങനെ എണീച്ച് നിൽക്കുന്നതായിട്ട്
ഇതാവുന്നത്. പിന്നെ ഇതൊരു എർത്തും ഇതൊരു ക്ലൗഡും ആണെങ്കിൽ ഈ ക്ലൗഡിന്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ വാട്ടർ മോളിക്യൂൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാവും. ഇത് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അയോൺസ് ഉണ്ടാവും. ഈ അയോൺസ് എർത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന വഴിയാണ് എർത്തിൽ എന്തുണ്ടാവുന്നത്? ഈ ലൈറ്റ്നിങ് ഒക്കെ സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. അതുകൊണ്ടാണ് വലിയ ബിൽഡിങ്ങിനടുത്ത് ഒരു മെറ്റൽ ഫ്രെയിംവർക്ക് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഈ മെറ്റലിലൂടെ കയറി താഴോട്ട് രക്ഷാജാലകം. അത് കൊള്ളാതെ അതിന്റെ പ്രസക്തിയില്ല അല്ലേ? കോപ്പറിന്റെ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്ത് ഇവിടെ ചാർജ് കണ്ടക്ഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അയേൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ടെസ്ല കോയിലാണ്. ഇവിടെ നമ്മളൊരു ബൾബ് കൊണ്ടുവരുമ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. അത് ചാർജ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. വേവ്ലെങ്ത് ടെമ്പറേച്ചർ. വേവ്ലെങ്ത് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ വേവ്ലെങ്ത് കൂടും. ഈ ചിത്രാണ് പറഞ്ഞ സ്റ്റാൻഡേർഡ് കേസുക. ഇതിന് വേവ്ലെങ്ത് കുറവാണ്, ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. 25,000 കാൽവിനാണ് ഇതിന്റെ സർഫസ് ടെമ്പറേച്ചർ വരുന്നത്. ചിത്രാണ് പറയുന്ന സ്റ്റാൻഡേർഡ് കേസുക. ഇതിന് ടെമ്പറേച്ചർ കുറവാണ്, പക്ഷേ വേവ്ലെങ്ത് കൂടുതലാണ്. ഇതിന്റെ ടെമ്പറേച്ചർ വരുന്നത് 10,600 കാൽവിനാണ് വരുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വരെ അതിന് അപ്പം അത് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പിടിക്കാൻ ഗോൾഡ് ഫോണിൻ്റെ സർക്യൂട്ട് നല്ലതാണ്. ഈ സർക്യൂട്ട് പോയതിൽ ഇത് 4 ആറ്റം
ക്വാണ്ടം മോഡലാണ്. ഇതൊരു സോളാർ സിസ്റ്റം ആ ഒരു ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സെന്ററിലുള്ളത് എന്താണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഇതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുക. ഒരു ഫിക്സ്ഡ് പാത്തിൽ ഒരു ഫിക്സ്ഡ് എനർജിയിൽ എന്താണ് ഇലക്ട്രോൺ എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ബോർ പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിൻലി പറയുന്നത് എനർജി എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജിയും പാത്തും എപ്പോഴും ആ ഫിക്സ്ഡ് പാത്തിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും അത് ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതേ സ്ഥാനത്ത് പിന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഓർബിറ്റ് എനർജി ലെവൽസിനെ ഇതിങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഈ ഒരു പാത്തിനെ എന്താ എനർജി ലെവൽസ് ഓർ ഓർബിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിൽ ഇതിനെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞൊരു ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമുക്ക് പറയുന്നത് ഇതിനെക്കാട്ടി ഹയർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെക്കാട്ടി കുറവ് ഇതിൽ നിന്ന് ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് എനർജി ലോസ് ചെയ്യണം. എന്താണ് പറയുന്നത് മെയിൻലി ഇതിൻ്റെ എന്താണ് ഇലക്ട്രോൺസ് എപ്പോഴും റിവോൾവ് ചെയ്യുന്ന പാത്ത് എന്താ പറയുക എന്താണ് ഓർബിറ്റ് എന്നും അതുപോലെ തന്നെ എന്താണ് ഇതെപ്പോഴും ഒരു ഫിക്സഡ് പാത്തിലാണ് പോകുന്നത്. എനർജി എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് ഇതിലൂടെ ബോർ പറയുന്നത്. ആദ്യമായിട്ട് എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നതും ബോറാണ്. ക്വാണ്ടം മോഡൽ ഈ ഒരു പൊസിഷനിൽ ഇന്ന ഇലക്ട്രോണ് ഉണ്ടാവും എന്നുള്ള ഒരു സാധ്യതയാണ്. ഒരിക്കലും ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് മെയിൻലി പറയുന്നത്. അതായത് നമ്മുടെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിൽ പറയുന്നുണ്ട് അറ്റ് എ ടൈമിൽ പൊസിഷനും അതുപോലെ തന്നെ മൊമെന്റും നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ്. ഇത് IBM എന്ന് പറയുന്ന ടീം ഡെവലപ്പ് ചെയ്യുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറിലെ ക്വാണ്ടം കമ്പ്യൂട്ടറാണ്. ആ ക്വാണ്ടം കമ്പ്യൂട്ടറിലെ റെഫ്രിജറേറ്ററിൻ്റെ റെപ്ലിക്കാണ് ഇവിടെ ഉള്ളത്. ഈ റെപ്ലിക്ക ക്വാണ്ടം നമ്മൾ സാധാ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ക്യൂബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ക്യൂബിറ്റ്സിൻ്റെ പ്രത്യേകത ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ക്യൂബിറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ക്യൂബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷനും എൻറ്റാങ്കിൾമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ക്യൂബിറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ പൊസിഷൻ എൻറ്റാങ്കിൾമെൻറ്റും എല്ലാം ഇതായിട്ട്. അപ്പം ഈ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും ലോ ടെമ്പറേച്ചറിൽ ഒരുക്കി -273 ഡിഗ്രി സെൽഷ്യസ് അതായത് അബ്സല്യൂട്ട് 0.01 കെൽവിൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിൻ്റെ റെപ്ലിക്ക. ഹൃദ്യമായ ഉച്ചഭക്ഷണവും ചായയും ലഘുഭക്ഷണവും റിഫ്രഷ്മെൻറ്റും എല്ലാം വളരെ അടുക്കും ചിട്ടയോടും ചേർന്ന് നടക്കുന്ന ഒരു അപൂർവ പ്രദർശനം. എക്സ്പ്ലെയിനർമാരായി പ്രായോഗിക പരിശീലനം നേടാൻ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും ഇവിടെയുണ്ട്. കാണികളിലേറെ കൗതുകം നിറയ്ക്കുന്ന ഈ ശാസ്ത്ര പ്രദർശനത്തിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.